പേജ് നമ്പർ 68. ഇതിൽ സ്വരാക്ഷരങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഏ, ഐ, ഒ, ഓ, ഔ, ആ. ഓക്കെ, ആദ്യത്തെ അക്ഷരമാണ് ആ. ആ വെച്ചിട്ടുള്ള ഒരു പദം പറഞ്ഞേ നിങ്ങൾ. അമ്മ. മായുടെ കൂടെ ഒരു മായും കൂടി കൂട്ടി യോജിച്ച് എഴുതുമ്പോൾ അത് ഇരട്ട മായായി മാറും. അപ്പോൾ അതെന്തായി? അമ്മ. ആ വെച്ചിട്ടുള്ള ഒരു പദം എന്താണ്? ആന. ഈ വെച്ച് ഒരു പദം എഴുതാം. ഇല. ഈ എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വരുമ്പോൾ അത് എന്തായി മാറി? ഈ എന്ന വാക്കായി മാറി. ഈച്ച. ഉ അക്ഷരമാണ്. ഉറുമ്പ്. ഉ എന്ന അക്ഷരത്തിന്റെ കൂടെ ഉ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ്. ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വന്നപ്പോൾ ഈ ആയതുപോലെ തന്നെ ഉ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഉ എന്ന അക്ഷരത്തിന്റെ കൂടെ വന്നപ്പോൾ എന്തായി മാറി? ഊ. അപ്പോൾ ഇതെന്താണ്? ഊഞ്ഞാൽ. ഋ ഈ അക്ഷരമാണ്. ഋ അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞേ. ഋഷി. അടുത്ത അക്ഷരം എ. എലി. എ എന്ന അക്ഷരമാണ് ഇത്. എ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് പറഞ്ഞേ. ഏണി. ഐ. എ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. എ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. എ എന്ന ചിഹ്നത്തിന്റെ കൂടെ എ എന്ന അക്ഷരം വന്നാൽ അതെന്താണ് വായിക്കുക? ഐ എന്നാണ് വായിക്കുക. ഐ വെച്ചിട്ടുള്ളൊരു വാക്കാണിത്. ഐരാവതം. വെള്ള നിറമുള്ള ആനയെ പറയുന്ന പേരാണ് ഐരാവതം. വെളുത്ത നിറമുള്ള ആനയെ പറയുന്ന പേരാണ് ഐരാവതം. ഓ എന്ന അക്ഷരം വെച്ച് ഒരു പദം. ഒട്ടകം. ഒട്ടകം. ഓ എന്ന അക്ഷരത്തിന്റെ കൂടെ ഓ, അതായത് ദീർഘം വന്നാൽ എന്താ വായിക്കുക? ഓ എന്ന അക്ഷരത്തിന്റെ കൂടെ ദീർഘം കൂടി ചേർത്താൽ നമ്മൾ എന്താണ് വായിക്കുക? ഓ വെച്ചിട്ടുള്ളൊരു വാക്ക് പറയുക. ഓല. ഔ. ഇതിനെ എന്താണ് പറയുക? ഔ. ഓ എന്ന അക്ഷരവും ഈ എന്ന ചിഹ്നവും ചേർന്നാൽ, ഓ എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ എന്ന ചിഹ്നം ചേർന്നാൽ എന്താണ് വായിക്കുക? ഔഷധം. ആയിന്റെ കൂടെ വന്നാൽ എന്താണ് വായിക്കുക? അംബുജം. അംബുജത്തിന് തന്നെ വേറൊരു പദമുണ്ട്. താമര. താമര എന്നും പറയും. അംബുജം തന്നെയാണ് താമര. ഇത് വെച്ചിട്ട് അക്ഷരമൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അക്ഷരങ്ങളൊന്നും വാക്കുകളൊന്നും ഇല്ല.